ലോകത്തിൽ ഒരു ദൈവവുമില്ല, മനുഷ്യർക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഇതായിരുന്നു ആ യുവാവിൻ്റെ ആപ്തവാക്യം. മധ്യ വിയറ്റ്നാമിലെ ക്വാം ട്രയിലെ ഒരു ഗ്രാമത്തിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ഡാവു ജനിച്ചത്. പട്ടാളക്കാരൻ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ക്രിസ്തു മതം പോലുള്ള മതങ്ങൾ ഗ്രാമീണരെ ദുരുപയോഗം ചെയ്യുകയും സർക്കാരിൻ്റെ വിപ്ലവകരമായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നത് കേട്ടാണ് ഡാവു വളർന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ പോരാടുന്ന പ്രതിലോമ ശക്തി എന്ന നിലയിലാണ് അവൻ ക്രിസ്ത്യാനികളെ പരിഗണിച്ചിരുന്നത്. പഠനകാലത്ത് തന്നെ അവൻ കമ്മ്യൂണിസ്റ്റ് യൂത്ത് യൂണിയനിൽ ചേർന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വരുന്ന ആളുകളെ പിന്തുടരുകയും രഹസ്യമായി നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രതിഫലം നേടാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു. ഗ്രാമീണർക്കുള്ള ആവശ്യ വസ്തുക്കളുമായി പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുമായിരുന്നു. അവർ നിയമവിരുദ്ധമായി കത്തോലിക്ക മതവും പ്രൊട്ടസ്റ്റന്റ് മതവും പ്രചരിപ്പിക്കുന്നതായും സാമൂഹിക സുരക്ഷയെ അപകടപ്പെടുത്തുന്നതായും ഡാവു ആരോപിച്ചു. ഒരിക്കൽ കുരിശുകളും ബൈബിളുകളുടെ പകർപ്പുകളും അവരുടെ ബാഗുകളിൽ കണ്ടതിനെ തുടർന്ന് അവരിൽ ചിലരെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിക്കാനും ഡാവു മുൻകൈയെടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ കുരിശ് ഒരു ദുഷ്ടശക്തിയായിരുന്നു. കത്തോലിക്കരെ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടുന്നതിൽ നിന്ന് അദ്ദേഹം തടയുമായിരുന്നു. അങ്ങനെയിരിക്കെ 2022 ഡാവുവിൻ്റെ പിതാവിന് ക്യാൻസർ സ്ഥിരീകരിച്ചു. കുടുംബത്തിൻ്റെ മുഴുവൻ സമ്പത്തും ചികിത്സയ്ക്കായി ചിലവഴിച്ചിട്ടും മെച്ചമൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് തന്നെയും കുടുംബത്തെയും സഹായിക്കാനെത്തിയ കത്തോലിക്കരെ കണ്ട് ഡാവു അമ്പരന്നു. ആ കൂട്ടത്തിൽ മുമ്പ് താൻ അറസ്റ്റ് ചെയ്തവരും ഉണ്ടായിരുന്നു എന്നത് അവനെ അത്ഭുതപ്പെടുത്തി. പിതാവിൻ്റെ ഭരണത്തോടെ ദരിദ്രനായ ഡാവു സൈക്കിളിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ കയറ്റി ഉപജീവനം കഴിക്കാൻ നിർബന്ധിതനായി. ഒരു ദിവസം വിശപ്പ് സഹിക്കാനാവാതെ വഴിയിൽ ബോധരഹിതനായി കിടന്ന ഡാവുവിനെ തജ് ഹാൻ ഇടവക ആസ്ഥാനമായുള്ള ഒരു ചാരിറ്റി ഗ്രൂപ്പിലെ അംഗമായ തദേവോസ് വിൻ കാണുകയും ആശുപത്രിയിലാക്കുകയും ചെയ്തു. അവൻ്റെ ചികിത്സാ ചിലവുകളെല്ലാം വഹിച്ച ആ കുടുംബം അവനെ അവരുടെ വീട്ടിൽ താമസിക്കാൻ ക്ഷണിച്ചു. അവരുടെ സ്നേഹവും പരിചരണവും ഡാവുവിനെ പുതിയ മനുഷ്യനാക്കി. പഴയൊരു ബൈക്ക് വാങ്ങാനും ലൈസൻസ് എടുക്കാനും ആ വീട്ടുകാർ അവനെ സഹായിച്ചു. അവരോടൊപ്പം ഡാവുവും സായാഹ്ന പ്രാർത്ഥനയ്ക്കും ദേവാലയത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്കും പോകാൻ തുടങ്ങി. ഡാവുവിൻ്റെ മാറ്റം അറിഞ്ഞ സ്വന്തം വീട്ടുകാരും ബന്ധുക്കളും അവനെ ഒഴിവാക്കി. എന്നാൽ അതുകൊണ്ടൊന്നും ഡാവു പിന്മാറിയില്ല. ക്രൈസ്തവർ എതിർക്കപ്പെടേണ്ടവരോ തൻ്റെയോ രാജ്യത്തിൻ്റെയോ ശത്രുക്കളോ അല്ലെന്ന് അവന് മനസ്സിലായി. ഇടവകയിലെ മതബോധന ക്ലാസ്സിൽ ചേർന്ന് സഭയെക്കുറിച്ച് അവൻ പഠിക്കാൻ തുടങ്ങി. 4 മാസത്തെ കോഴ്സിന് ശേഷം വരുന്ന ഈസ്റ്റർ വിജിലിൽ മറ്റ് 11 പേർക്കൊപ്പം മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഹോക്ക ഡാവു. വഴിയരികിൽ നിന്ന് ഡാവുവിനെ രക്ഷിച്ച തദേവോസ് വിന്നാണ് അവൻ്റെ തലതൊട്ടപ്പനാകുന്നത്. ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ അർത്ഥപൂർണമായ ജീവിതം നയിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നതിൽ താൻ സന്തുഷ്ടനാണെന്ന് ഡാവു പറയുന്നു. ഏകദേശം 1 ദശാബ്ദത്തോളം ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്ന ഈ 27-കാരൻ മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് കത്തോലിക്ക വിശ്വാസം നിലനിർത്താനുള്ള ആപ്തവാക്യമായി സ്വീകരിച്ചിരിക്കുന്നത്.